HMD എന്ന ബ്രാൻഡിൻ്റെ HMD റിഡ്ജ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HMD റിഡ്ജ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ റെൻഡേഴ്സൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ പഞ്ചോൾ ഡിസൈനാണ് കാണിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പോൾ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പക്ഷേ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല. 15,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. പക്ഷേ HMDയുടെ ഫോണാണ്. മിക്കവാറും ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കില്ല ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. അതിലും കൂടിയ ഒരു പ്രൈസ് റേഞ്ചിലേക്കായിരിക്കും ലോഞ്ച് ചെയ്യുക. അവർ ഇപ്പം ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നത്. എന്തായാലും ഇതൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും വരിക. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 480+ എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് കുറച്ച് പഴയ പ്രോസസ്സറാണ്. എന്നാലും ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. അപ്പോൾ തിരക്കേടില്ലാത്ത ഒരു ബേസിക് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കേണ്ടതാണ്. പിന്നെ അവർ ഇതിന് പറയുന്നത് ബഡ്ജറ്റ് 5G ഡിവൈസ് എന്നൊക്കെയാണ്. പക്ഷേ അവരുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു പ്രൈസിംഗ് ഒക്കെ ആയിരിക്കും. HMD അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ 5G സപ്പോർട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാം വന്നേക്കാം. 6GB റാം വെർഷനും 8GB റാം വെർഷനും വന്നേക്കാം. ഇന്റേണലിൻ്റെ കാര്യത്തിൽ 128GB ഇന്റേണൽ വെർഷനും 256GB ഇന്റേണൽ വെർഷനും വന്നേക്കാം. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ബ്ലോട്ട്വെയർസിൻ്റെ പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ രണ്ടാമത് ഒരു സെൻസറും വന്നേക്കാം. അത് വലിയ യൂസ് ഒന്നും ഇല്ലാത്ത 2 MP ഒരു ഡെപ്ത് സെൻസറോ അല്ലെങ്കിൽ മാക്രോ ലെൻസോ ആയേക്കാം. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ഇനി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും മാക്സിമം ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റുള്ളൂ. ടൈപ്പ് സി ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം ആയിരിക്കും ഇതിൽ വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഒരു 16,000 to 18,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. HMD നല്ല പ്രൈസിങ്ങിൽ ഇപ്പം ഫോണുകൾ ലോഞ്ച് ചെയ്യാറില്ല. അതുകൊണ്ട് ഇത്രയും വില കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും HMD റിഡ്ജ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.